കേരളത്തിലുണ്ടായ കനത്ത മഴയും അതേ തുടർന്നുണ്ടായ മഴക്കെടുതി മൂലവും കേരളം വളരെ വലിയ ഭീതിജനകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് കേരളം ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ സാധിക്കാത്തവർ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിവരങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. ഈ സമയത്ത് കേരളത്തിലെ കടുത്ത സംഘപരിവാർ അനുകൂലകനായ പ്രതീഷ് വിശ്വനാഥ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അദ്ദേഹം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ അദ്ദേഹം കേരളത്തിലെ ഒരു ഹോട്ടലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ആ പോസ്റ്റിൽ അദ്ദേഹം തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ഇത് സൗദി അറേബ്യയല്ല കേരളമാണ്, ഇത് അറബിയല്ല ഇംഗ്ലീഷാണ്, തെറ്റിദ്ധരിക്കരുത് എന്നാണ്. അദ്ദേഹം ഈ സമയത്ത് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതോടുകൂടി ആ പോസ്റ്റിന്റെ മറ പിടിച്ചുകൊണ്ട് ചില വിദ്വേഷ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ അറബി ബോർഡുകളിലുള്ള നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇതൊക്കെ ഒരു ജിഹാദിന്റെ ഭാഗമാണ് എന്നുമാണ് പ്രതീഷ് വിശ്വനാഥിന്റെ ഈ പോസ്റ്റോടുകൂടി ചിലർ വിദ്വേഷ പ്രചരണം നടത്തുന്നത്. എന്നാൽ ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്നവർ പ്രതീഷ് വിശ്വനാഥ് പങ്കുവെച്ച ആ ഫോട്ടോ ശരിക്കും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പ്രതീഷ് വിശ്വനാഥ് പങ്കുവെച്ച ഈ ചിത്രത്തിൽ അറബിയിലല്ല ബോർഡ് എഴുതിയിരിക്കുന്നത്, മറിച്ച് ഇംഗ്ലീഷിൽ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയ ആ ബോർഡിന്റെ ഫോണ്ട് ഒരു കാലിഗ്രഫി രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അറബി വാക്കാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കേരളത്തിൽ അറബി ബോർഡുകൾ ഒരുപാട് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും ഇതൊക്കെ ജിഹാദ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വിദ്വേഷ പ്രചരണം നടത്തുന്നുണ്ട്. കേരളം വളരെ ഭീതിജനകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രതീഷ് വിശ്വനാഥ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെക്കുന്നതും അതിന്റെ മറപിടിച്ച് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നതും. ഇതിന് മറുപടിയായി തന്നെ ചില മലയാളികൾ തന്നെ പ്രതീഷ് വിശ്വനാഥിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് താഴെ, അതായത് ഈ പോസ്റ്റിന് താഴെ അതിന് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഹോട്ടലിൽ പോയാൽ ആ ഹോട്ടലിൽ ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ വില നിലവാരമോ കണക്കുകൂട്ടിയാണ് ആ ഹോട്ടലിന്റെ നിലവാരം കണക്കാക്കുന്നത് എന്നാണ്. എന്നാൽ പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ളവർ ശ്രദ്ധിക്കുന്നത് ഹോട്ടലിലെ ടേസ്റ്റിന്റെ കാര്യമോ ഹോട്ടലിന്റെ വില നിലവാരമോ അല്ല, മറിച്ച് ഹോട്ടലിന്റെ പേരാണ്, അതാണ് അവർക്ക് വലിയ പ്രശ്നമാണെന്നും ഇതിന്റെ മറവിൽ ജിഹാദ് ഉണ്ടാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നുമാണ് മലയാളികൾ പ്രതീഷ് വിശ്വനാഥിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ വളരെ വലിയ രീതിയിലുള്ള മഹാമാരി, അതായത് മഴക്കെടുതി മൂലം നിരവധി മരണങ്ങൾ സംഭവിക്കുകയും നിരവധി പേർ മണ്ണിലകപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ തന്നെ പ്രതീഷ് വിശ്വനാഥ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതിന്റെ പിന്നാലെ ചിലർ വിദ്വേഷ പ്രചരണം നടത്തുന്നതും വളരെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ഭാഷയുടെ പേരിൽ ഇത്ര വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നത് അപമാനകരമായ ഒരു സംഭവം തന്നെയാണ്. സത്യത്തിൽ അത് അറബിയല്ല, അത് ഇംഗ്ലീഷിൽ കാലിഗ്രഫി ഫോണ്ടിലുള്ള ഒരു അക്ഷരമാണ്. ഇനി അത് അറബി ആണെങ്കിൽ പോലും ഒരു ഭാഷയുടെ പേരിൽ ഈ പ്രതിസന്ധി സമയത്തും ഇത്രയൊക്കെ പുകിലുണ്ടാക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.